ആരായിരുന്നു പരിശുദ്ധ കന്യക മറിയം? തന്റെ പിതൃ പാരമ്പര്യങ്ങളെ ജീവിതത്തിൽ പിഞ്ചൊന്ന ഒരു സാധാരണ പെൺകുട്ടി. ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം, വേദനകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ അവൾ വചനത്തെ മുറുകെ പിടിച്ചു. അങ്ങനെ വചനത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് കണ്ട ആ പെൺകുട്ടിയുടെ ഉദരത്തിലേക്ക് യഥാർത്ഥ വചനമാകുന്ന തന്റെ പുത്രനെ അയക്കാൻ പിതാവ് തിരുമനസ്സായി. അമ്മ വചനം പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിച്ചെന്ന് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് അമ്മയുടെ ഒരു സ്തോത്രഗീതം കാണുവാനായി സാധിക്കും. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തുടർന്ന് നമുക്കൊന്ന് പഴയ നിയമത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ 1 സാമുവേൽ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മറ്റൊരമ്മയെ അവിടെ കാണുവാനായി സാധിക്കും. ആ അമ്മയുടെ പേരാണ് ഹന്ന. മറിയത്തിന്റെ സമാനമായ രീതിയിലുള്ള ഒരു സ്തോത്രഗീതം ആയിരുന്നു ഹന്നായുടേതും. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തനിക്കൊരു പുത്രനെ നൽകിയ തമ്പുരാനോട് ഉള്ള നന്ദി സൂചകമായിട്ടാണ് ഹന്ന ആലപിച്ചത് ആ സ്തോത്രഗീതം. ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ദേവാലയത്തോട് ചേർന്ന് ജീവിച്ച ഒരു പെൺകുട്ടി, വചനത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവളുടേത്. അതിന്റെ പ്രതിഫലനമായിരുന്നു ഗബ്രിയേൽ ദൈവദൂതൻ അറിയിച്ച സദ്വാർത്ത കേട്ട ശേഷമുള്ള അമ്മയുടെ സ്തോത്രഗീതം. ഇവിടെ മറിയത്തിന്റെ ജീവിതം എന്താണ് നമ്മളോട് പറയുന്നത്? അതെ, വചനത്തെ കണ്ണും പൂട്ടി സ്നേഹിക്കുക, വിശ്വസിക്കുക, മുറുകെ പിടിക്കുക. വചനത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്ക് ആവശ്യം. അങ്ങനെ തമ്പുരാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ജീവിതങ്ങളായി മാറുക എന്നതാണ് പരമപ്രധാനം. May God bless you.